إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നിസാ 55-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. മുൻ ആയത്തിന്റെ തന്നെ തുടർച്ചയാണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട പലർക്കും രാജാധികാരം നൽകിയിട്ടുണ്ടായിരുന്നു. വേദവിജ്ഞാനവും അതുപോലെ വേദഗ്രന്ഥവും നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നു. നോക്കൂ നിങ്ങൾ, യൂസുഫ് നബി അലൈഹിസ്സലാമിന് മിസ്രിൽ രാജാധികാരം ഉണ്ടായിരുന്നു. അതേപോലെ പല പ്രവാചകന്മാർക്കും ഉണ്ടായിരുന്നതായിട്ട് തെളിവുകളുണ്ട്. നോക്കൂ നിങ്ങൾ, അതിലേക്കുള്ള സൂചനയാണ് ഈ നൽകുന്നതൊക്കെയും. അങ്ങനെയുള്ള ആ പ്രവാചകത്വം മൂലവും അതുപോലെ വേദവിജ്ഞാനം കൊണ്ടും ജനങ്ങളെ സത്യമാർഗത്തിലേക്ക് അവർ ഉത്ബോധിപ്പിച്ചു കൊണ്ടിരുന്നു. അങ്ങനെയുള്ള ആ ഉത്ബോധനം ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാഹു ഈ ആയത്തിൽ പറയുകയാണ്, ഫമിൻഹും അവരിൽ ഉണ്ട് മൻ ആമന ബിഹി, അതുകൊണ്ട് ആ ഉത്ബോധനം കൊണ്ട് വിശ്വസിച്ചവർ അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് അന്നത്തെ ആ മദീനയിലുള്ള യഹൂദരോട് നേർക്കുനേരെ അല്ലാഹു സംസാരിക്കുകയാണ്. നിങ്ങളുടെ മുൻഗാമികൾ അവരിൽ ഫമിൻഹും മൻ ആമന ബിഹി, ആ അത്തരം മുൻ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വസിച്ചവരുണ്ടായിരുന്നു. വമിൻഹും അവരിലുണ്ടായിരുന്നു മൻ സദ്ദ അൻഹു, അതിൽ നിന്നും തിരിഞ്ഞു കളഞ്ഞവരും അതിലുണ്ടായിരുന്നു. ആ സത്യമാർഗത്തിൽ ആ സതുപദേശത്തിൽ നിന്നും തിരിഞ്ഞുപോയ അവിശ്വാസികളും അവരിലുണ്ടായിരുന്നു എന്ന് കൃത്യമായി ഇവർക്ക് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു കൊടുക്കുകയാണ്. കാരണം നിങ്ങൾ ആ തിരിഞ്ഞുപോയ അവിശ്വാസികളുടെ കൂട്ടത്തിലേക്കല്ല ചേരേണ്ടത്. അവരിൽ വിശ്വാസികളായി ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ആ മുൻ പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത അതേ ദീൻ തന്നെയാണ് ഈ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത്, നിങ്ങളോട് പ്രബോധനം ചെയ്യുന്നത്, നിങ്ങൾക്ക് സതുപദേശമായി പഠിപ്പിച്ചു തരുന്നത്. അത് നിങ്ങൾ ഉൾക്കൊള്ളണമെന്നാണ് ഈ ആയത്തിൽ കൂടി അല്ലാഹു പറയുന്നത്. വഖഫാ ബി ജഹന്നമ സഈറ, ആ കത്തിജ്വലിക്കുന്ന അഗ്നിയാലുള്ള ആ ജഹന്നം എന്ന നരകം തന്നെ മതി എന്നാണ് പറയുന്നത്. ആ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ ജഹന്നം എന്ന നരകം തന്നെ അവർക്ക് മതിയായതാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. ഇത് യഹൂദർക്കുള്ള ശക്തമായ ഒരു തക്കീതാണ്. ആ ജഹന്നം എന്ന നരകമാണ് ഇവർ പ്രാപിക്കാൻ പോകുന്നത് കൊണ്ട് സത്യമാർഗത്തിലേക്ക്, സത്യപ്രതാവിലേക്ക് തിരിച്ചു വരണം എന്നുള്ള സതുപദേശമാണ് അല്ലാഹു നൽകുന്നത്. അഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.